നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. മനുഷ്യന്റെ ശരിയായ ധർമ്മം എന്താണെന്നുള്ളത് പലരുടെയും സംശയമാണ്. സ്വയം അറിയുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അതായത് ഞാൻ ആര്, എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ത് എന്നറിയുക. അതാണ് മനുഷ്യൻ്റെ പരമമായ ധർമ്മം. അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും കൃമികീടങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവയും ജനിക്കുന്നു, വളരുന്നു, കുട്ടികളെ ജനിപ്പിക്കുന്നു, മരിക്കുന്നു. എന്നാൽ മനുഷ്യരെ പോലെ മൃഗങ്ങൾ പുതിയ ശീലങ്ങളും കർമ്മബന്ധങ്ങളും സൃഷ്ടിക്കുന്നില്ല. കാരണം അവ സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ പ്രകൃതി നിയമങ്ങൾ അണുവിട തെറ്റിക്കാതെ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. അവൻ സ്വയം ദുഃഖിച്ചും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചും ജീവിച്ച് ഒടുവിൽ മരണത്തിനിരയാകുന്നു. അങ്ങനെ മൃഗങ്ങളെക്കാൾ താണ നിലയിലേക്ക് നമ്മൾ അധപതിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, ഒന്നാണ്. ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. ഒരേ ഒരു ഈശ്വരനല്ല, എല്ലാം ഈശ്വരനാണ്. സമുദ്രത്തിലും വെള്ളമുണ്ട്, തിരയിലും വെള്ളമുണ്ട്. നാനാതരത്തിലുള്ള തിരമാലകളായും അനന്തവും വിശാലവുമായ സമുദ്രമായും കാണപ്പെടുന്നത് വെള്ളം തന്നെയാണ്. ബാഹ്യരൂപങ്ങൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. വിത്തിനുള്ളിൽ അങ്കുരമെന്ന പോലെ ഈ ജഗത്ത് മുഴുവനും തന്നെ മുമ്പ് യാതൊരു വികല്പവുമില്ലാത്തതായി നിലനിന്നിരുന്നു. എല്ലാ ദർശനങ്ങളുടെയും ആവിർഭാവത്തിനു കാരണം മനുഷ്യൻ്റെ ജിജ്ഞാസയാണ്.
ജിജ്ഞാസയെ പല വിഭാഗത്തിൽപ്പെടുത്തി പറയാമെങ്കിലും ഈ ജഗത്തിനെ സംബന്ധിച്ചാണ് എല്ലാ ജിജ്ഞാസകളും ആരംഭിക്കുന്നത്. മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ ഒന്നാമത്തെ ബീജം ഈ ജഗത്ത് തന്നെ. ശങ്കരാചാര്യ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 2-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 2-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബീജസ്യന്തരിവങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനർ മായാകൽപ്പിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീ വയസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യന്തരിവങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനർ മായാകൽപ്പിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീ വയസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. 4-ാമത്തെ പാദത്തിന് ഒരു വ്യത്യാസവും ഇല്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ പറയുകയാണ്. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട്, ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഇതാ ഈ നമസ്കാരം സമർപ്പിക്കട്ടെ എന്നർത്ഥം. എങ്ങനെയുള്ള ഗുരുമൂർത്തി പറയുകയാണ്. ബീജസ്യന്തരിവാങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപ്പിത ദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവി ഇവ മഹായോഗി ഇവ യഹ് സ്വേച്ഛയാ വിജൃംഭയതി. യാതൊരാൾ സ്വേച്ഛയാ വിജൃംഭണം ചെയ്യുന്നുവോ, വികസിതമാക്കുന്നുവോ. എങ്ങനെ വികസിതമാക്കുന്നു? മായാവിവ, മായാവി എന്ന പോലെ, അഥവാ മഹായോഗി ഇവ, മഹായോഗി എന്ന പോലെ. ആര് സ്വേച്ഛയാ വികസിതമാക്കുന്നുവോ. എന്തിനെ? ബീജസ്യന്തരിവാങ്കുരോ ജഗദിദം, ഇതം ജഗത്, ഈ ജഗത്തിനെ. എങ്ങനെയുള്ള ജഗത്തിനെ? ബീജസ്യ അന്തഃ അങ്കുരഃ ഇവ, ബീജത്തിനുള്ളിലുള്ള അങ്കുരം പോലെ, വിത്തിനുള്ളിലെ മുള പോലെ. ഈ ജഗത്തിനെ മുഴുവൻ ആര് പ്രകടമാക്കുന്നുവോ. എങ്ങനെയുള്ള ജഗത്തിനെ? പ്രാങ്നിർവികൽപം, മുമ്പ് യാതൊരു വികൽപ്പനകളും ഇല്ലാതിരുന്ന ജഗത്തിനെ. പുനഃ പിന്നീടോ മായാകൽപ്പിത ദേശകാല കലനാവൈചിത്ര്യ ചിത്രീകൃതമായ ജഗത്തിനെ. അപ്പം ജഗത്തിൻ്റെ 2 ഭാവങ്ങളെ പറഞ്ഞു. ഒന്ന് പ്രാഗ്, മുമ്പ്. എന്തിൻ്റെ മുമ്പ്? ആവിർഭാവത്തിൻ്റെ മുമ്പ്. അപ്പം ആവിർഭാവത്തിൻ്റെ മുമ്പ് ഈ ജഗത്ത് എങ്ങനെയാണ്? നിർവികൽപ്പം, വികൽപ്പനകളില്ലാത്ത. വികൽപ്പന എന്ന് പറഞ്ഞാൽ അതാണോ ഇതാണോ, അനേക ആകാരഭേദങ്ങളിൽ പിരിഞ്ഞ് വിപുലമായത്. അവിടെയാണ് വികൽപ്പനകൾ വരുന്നത്. കേവലമായ സദ്വസ്തുവിൽ, ഏകമായ സത്യത്തിൽ ഒരിക്കലും വികൽപ്പനയില്ല. അനേക വസ്തുക്കളുള്ള സാഹചര്യത്തിൽ അതാണോ ഇത്, ഇതാണോ അത് തുടങ്ങിയ സന്ദേഹങ്ങൾ വരും. ഇനി അതിലുപരിയായിട്ട് അംഗപ്രത്യംഗങ്ങളായി വസ്തു വികസിതമാകും. അംഗപ്രത്യംഗങ്ങളായി വസ്തു വികസിതമാകുമ്പോൾ അവിടെ വികൽപ്പനകളാണ്. കൈ കൽപ്പിച്ചു, കാല് കൽപ്പിച്ചു, കണ്ണ് കൽപ്പിച്ചു, മൂക്ക് കൽപ്പിച്ചു എന്നിങ്ങനെ ഒരു ശരീരത്തിലും
ഇനി സമഷ്ടി ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ മലകളും പുഴകളും സമുദ്രങ്ങളും വൃക്ഷങ്ങളും എന്ന് വേണ്ട പലതരം വികൽപ്പനകളാണ്. ഈ വികൽപ്പനകളൊന്നുമില്ലാത്ത ഏകമായ അദ്വയമായ സത്യസ്ഥിതിയാണ് നിർവികൽപ്പമായ സ്ഥിതി. ഇപ്പം പ്രാഗ് നിർവികൽപ്പം, പണ്ട് നിർവികൽപ്പമായി നാമരൂപാത്മകമായ സൃഷ്ടി പ്രകടമാകുന്നതിന് മുമ്പ് നിർവികൽപ്പമായതും പശ്ചാത്, എന്നാൽ പിന്നീട് മായാകൽപ്പിത ദേശകാല കലനാവൈചിത്ര്യ ചിത്രീകൃതം, മായാകൽപ്പിതമായ മായയാൽ കൽപ്പിക്കപ്പെടുന്ന ദേശകാലാദിഭേദങ്ങളാൽ ചേർക്കപ്പെട്ട വിചിത്രതകളോടൊത്തതായി പ്രപഞ്ചം തീരുകയാണ്. ഇപ്പം പ്രപഞ്ചാവിർഭാവത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ കേവലമായ ആത്മസത്യത്തെ മാത്രം പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. പ്രപഞ്ചാവിഷ്കാരത്തെ അല്ലെങ്കിൽ പ്രപഞ്ചാവിർഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ നിശ്ചയമായും അതിന് കാരണഭൂതമായ ശക്തിവിശേഷത്തെ നമ്മൾ പരിഗണിക്കും. ആ തലത്തിലാണ്, അഥവാ ആ തലത്തിൽ മാത്രമാണ് നമ്മൾ മായയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആത്മഭിന്നമായി അല്ലെങ്കിൽ ബ്രഹ്മഭിന്നമായി മായയില്ല. മായ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് ജഗത്തിൻ്റെ അഥവാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ എല്ലാം തലത്തിലേക്ക് പോകുമ്പോഴാണ്. എന്താണ് മായ? മായ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തിവിശേഷമാണ്. അനന്യയും അഭിന്നയുമായ ശക്തിവിശേഷം. അനന്യയാണ്, അഭിന്നയാണ്. അതുകൊണ്ട് ബ്രഹ്മഭിന്നമായിട്ട് മായയില്ല, മായാഭിന്നമായിട്ട് ബ്രഹ്മവുമില്ല. അതുകൊണ്ട് നമ്മൾ വേറിട്ട് ചിന്തിക്കുന്നില്ല. എന്നാൽ സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെ പരിഗണിക്കുമ്പോൾ, ജഗത്തിനെ പരിഗണിക്കുമ്പോൾ നിശ്ചയമായി നമ്മൾ മായയെ പറയണം. അതാണ് മായയാൽ കൽപ്പിക്കപ്പെട്ട എന്നിവിടെ പറയുന്നത്. ഈ മായയാൽ കൽപ്പിക്കപ്പെട്ട എന്നുള്ളതിനെ അല്പം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത പ്രാവശ്യം ആവട്ടെ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ആറ്റുകലമ്മേ സുരേശ്വരി, ആറ്റുകലമ്മേ സുരേശ്വരി, മോക്ഷമേകുകമേ ദേവി, ആറ്റുകലമ്മേ സുരേശ്വരി, മോക്ഷമേകുകമേ ദേവി, ആത്മപൂജകളേറ്റുവാങ്ങാൻ കാൽക്കലിന്നെൻ പൊങ്കാല, ആത്മപൂജകളേറ്റുവാങ്ങാൻ കാൽക്കലിന്നെൻ പൊങ്കാല, നിൻ കാൽക്കലിന്നെൻ പൊങ്കാല, ആറ്റുകലമ്മേ സുരേശ്വരി.